നമസ്കാരം, എല്ലാവർക്കും ദ വീവിലേക്ക് സ്വാഗതം. അഭിനേതാക്കളിൽ സൂപ്പർ സ്റ്റാർ എന്നത് ഒരു പുതിയ വിശേഷണമല്ല. എന്നാൽ തിരക്കഥാകൃത്തുക്കളിൽ സൂപ്പർ സ്റ്റാർ എന്നത് വല്ലപ്പോഴും മാത്രം ഉദയം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സൂപ്പർ താരങ്ങളാക്കിയ ആൾ, സുരേഷ് ഗോപിയെ കണ്ടെത്തിയ ആളെന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച വ്യക്തി, രജനീകാന്തും മണിരത്നവും വരെ ഒപ്പം ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തി. ഒരു പക്ഷേ ഇവയെല്ലാം ചെറുതാണ് ഡെന്നിസ് ജോസഫ് എന്ന അകാലത്തിൽ പൊലിഞ്ഞ ആ വ്യക്തിത്വത്തെ വിശേഷിപ്പിക്കാൻ. ഒരുപാട് താരങ്ങളുടെ ജാതകം ഒരു കാലത്ത് തൻ്റെ വിരൽത്തുമ്പിൽ കൊണ്ടു നടന്ന അദ്ദേഹത്തിൻ്റെ വിടപറച്ചിൽ മലയാള സിനിമാ ലോകത്തിന് വളരെ ഞെട്ടലോടെയും വേദനയോടെയും മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. 1957 ഒക്ടോബർ 20 കോട്ടയം ഏറ്റുമാനൂരിൽ ജനിച്ച ഡെന്നിസ് ജോസഫ് ആദ്യകാലത്ത് കട്ട് എന്ന മാസികയുടെ സബ് എഡിറ്ററായി ജോലി നോക്കിയിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ഒരു വൊറേഷ്യസ് റീഡറായിരുന്നതിനാൽ അദ്ദേഹം എഴുതിയ തിരക്കഥകളെ വായിച്ച പുസ്തകങ്ങളെല്ലാം സ്വാധീനിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. മോഹൻലാലിനെ സൂപ്രധാനമാക്കിയ രാജാവിൻ്റെ മകൻ റീജ് ഓഫ് ഏഞ്ചൽസ് എന്ന സിഡ്നി ഷെൽഡൻ നോവലിൽ നിന്നും മമ്മൂട്ടിയെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ച ന്യൂഡൽഹി എന്ന സിനിമ ഇർവിംഗ് ബാലൻസ് രചിച്ച ദ ഓൾമൈറ്റി എന്ന നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തിരക്കഥയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചത് വായനയാണെങ്കിൽ സിനിമയിലേക്ക് അദ്ദേഹത്തെ അടുപ്പിച്ചത് എറണാകുളത്തെ DFAM പഠനകാലമാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം കാർട്ടൂണിസ്റ്റ് BM ഗഫൂറുമായി പരിചയത്തിലാകുന്നത്. ആ പരിചയമാണ് അദ്ദേഹത്തെ കട്ട് സിനിമാ മാസികയുടെ സബ് എഡിറ്റർ സ്ഥാനത്തേക്ക് എത്തിച്ചത്. DFAM കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകാനിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിനിമാ മാസികയിൽ ജോലി ആയതുകൊണ്ട് തന്നെ ആ രംഗത്തെ പലരുമായി ബന്ധം സ്ഥാപിക്കാനും തിരക്കഥാ രചനാ പരിസരങ്ങളിലൂടെ കടന്നു പോകാനും സാധിച്ചു. അധികം വൈകാതെ തന്നെ അദ്ദേഹം ഒരു തിരക്കഥ പൂർത്തിയാക്കി. ആ തിരക്കഥയുമായി അദ്ദേഹം പലരെയും സമീപിച്ചു. വായിച്ചവർക്ക് പലർക്കും ആ തിരക്കഥ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും അത് സിനിമയായില്ല. തുടർന്ന് ഐ ഓഫ് ദ നീഡിൽ എന്ന ഇംഗ്ലീഷ് സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഈറൻ സന്ധ്യ എന്ന സിനിമയുടെ തിരക്കഥ അദ്ദേഹം പൂർത്തിയാക്കി. കഥയുടെ പേരിൽ സംവിധായകൻ JCയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതോടെ തിരക്കഥാകൃത്ത് ജോൺ പോളും കൂടെ ചേർന്ന് തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ചിത്രം പൂർത്തിയാക്കിയത്. അതിനുശേഷം അദ്ദേഹം സംവിധായകൻ ജോഷിയുമായി കൈകോർത്തു. അവരുടെ കൂട്ടുകെട്ടിൽ തുടർ ഹിറ്റുകൾ പിറവിയെടുത്തു. അതിനുശേഷം ജോഷിയുടെ ആത്മാർത്ഥ സുഹൃത്തും സംവിധായകനുമായ തമ്പി കണ്ണദാനത്തിനു വേണ്ടി ഡെന്നിസ് ഒരു കഥ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ട് രാജാവിൻ്റെ മകൻ്റെ തിരക്കഥ അദ്ദേഹം പൂർത്തിയാക്കുന്നു. ആ കാലയളവിൽ ഇറങ്ങിയ മമ്മൂട്ടി ചിത്രം ആ നേരം അല്പദൂരം പരാജയമായതുകൊണ്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടും മമ്മൂട്ടി ആ ചിത്രത്തിൽ നിന്നും പിന്മാറുന്നു. സ്വന്തം കാർ വരെ പണയം വെച്ചുകൊണ്ട് തമ്പി കണ്ണന്താനം രാജാവിൻ്റെ മകൻ മോഹൻലാലിനെ നായകനാക്കി ഷൂട്ടിംഗ് തുടങ്ങി. ഇതേ സമയം തന്നെ മമ്മൂട്ടി, ജോഷി, ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ 1000 കണ്ണുകൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ടായിരുന്നു. രാജാവിൻ്റെ മകൻ സൂപ്പർ ഹിറ്റ് ആവുകയും മോഹൻലാൽ ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. പക്ഷേ 1000 കണ്ണുകൾ ഒരു പരാജയമായിരുന്നു. രാജാവിൻ്റെ മകന് ശേഷം തമ്പി കണ്ണന്താനം, മോഹൻലാൽ, ഡെന്നിസ് ജോസഫ് വീണ്ടും ഒന്നിച്ച ഭൂമിയിലെ രാജാക്കന്മാർ എന്ന ചിത്രവും സൂപ്പർ ഹിറ്റായി മാറി. ഈ സമയങ്ങളിൽ ഇറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം പരാജയമാവുകയും മമ്മൂട്ടിയുടെ കരിയർ തന്നെ തുലാസിലാവുകയും ചെയ്തു. ഈ സമയത്താണ് ഡെന്നിസ് ജോസഫ് മമ്മൂട്ടിക്ക് വേണ്ടി ന്യൂഡൽഹിയുടെ തിരക്കഥ പൂർത്തിയാക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ആ ചിത്രം ചെയ്യാൻ എല്ലാവരും തന്നെ മടിച്ചു. അവസാനം ആ ദൗത്യം ഏറ്റെടുക്കാൻ ജോയ് തോമസ് എന്ന പ്രൊഡ്യൂസർ മുന്നോട്ട് വന്നു. മമ്മൂട്ടിയെ നായകനാക്കി ജോഷി ന്യൂഡൽഹിയുടെ ചിത്രീകരണം തുടങ്ങുന്നു. അങ്ങനെ തുടർ പരാജയങ്ങൾക്ക് ശേഷം ഒരു മമ്മൂട്ടി ചിത്രം വെള്ളിത്തിരയിലെത്തി. പിന്നീട് നടന്നത് ചരിത്രം. ന്യൂഡൽഹിയുടെ വിജയം മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. ഷോലേക്ക് ശേഷം താൻ കണ്ട മികച്ച തിരക്കഥ ന്യൂഡൽഹിയുടേത് എന്നായിരുന്നു ചിത്രം കണ്ടതിന് ശേഷം മണിരത്നം പറഞ്ഞത്. രജനീകാന്ത് ന്യൂഡൽഹി ഹിന്ദിയിൽ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ജിതേന്ദ്രയെ വെച്ചാണ് പ്രൊഡക്ഷൻ കമ്പനി ആ ചിത്രവുമായി മുന്നോട്ട് പോയത്. KG ജോർജിന് വേണ്ടി താൻ നേരത്തെ പൂർത്തിയാക്കി വെച്ചിരുന്ന തിരക്കഥ KG ജോർജിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഡെന്നിസ് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം സംവിധായകൻ്റെ കുപ്പായമണിഞ്ഞ ആദ്യ ചിത്രമായ മനു അങ്കിൾ ഒരു സാമ്പത്തിക വിജയമായിരുന്നു എന്ന് മാത്രമല്ല, മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും നേടി. ന്യൂഡൽഹിക്ക് ശേഷവും ആ തൂലികയിൽ നിന്നും തുടരെ ഹിറ്റുകൾ പിറവിയെടുത്തു. സംഘം, നായർ സാബ്, കോട്ടയം കുഞ്ഞച്ചൻ, വഴിയോര കാഴ്ചകൾ, ഇന്ദ്രജാലം, ഗാന്ധർവം, നമ്പർ 20 മദ്രാസ് മെയിൽ, അങ്ങനെ നീളുന്നു ആ ചിത്രങ്ങൾ. ഒരു തലമുറയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആകാശദൂത് എന്ന ചിത്രത്തിൻ്റെ വിജയം തന്നെ അദ്ദേഹത്തിൻ്റെ വെർസാറ്റിലിറ്റിയുടെ തെളിവ് കൂടിയാണ്. പക്ഷേ 80കളിൽ അദ്ദേഹം നിലനിർത്തി പോകുന്ന ഒരു യുനാനിമസ് റൈറ്റിംഗ് ഫോം 90കളിലും 2000ൻ്റെ തുടക്കത്തിലും അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. എങ്കിലും FIR, ഫാൻഡം തുടങ്ങിയ ചിത്രങ്ങളുടെ വിജയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഫയർ കെട്ടടങ്ങിയിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു. 2000ൻ്റെ തുടക്കം ഒഴിച്ചു നിർത്തിയാൽ കാര്യമായി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന് കാരണങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല.
2013 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ഗീതാഞ്ജലിക്ക് സംഭാഷണങ്ങൾ ഒരുക്കിയത് ഡെന്നിസ് ആയിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് നിയന്ത്രിച്ചിരുന്ന എഴുത്തുകാരനെക്കുറിച്ച് പിന്നീട് ആരും അധികം കേട്ടിട്ടില്ല, ഒരു ഒമർ ലുലു ചിത്രം അനൗൺസ് ചെയ്യുന്നതുവരെ. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ എഴുത്തുകാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയായിരിക്കും ഡെന്നിസ് ജോസഫിൻ്റെ സ്ഥാനം. പ്രതിഭ തൊട്ടറിഞ്ഞ ആ തൂലികയിൽ പിറവി കൊണ്ടത് മലയാളത്തിലെ മികച്ച സൂപ്പർ ഹിറ്റുകൾ മാത്രമല്ല, സൂപ്പർ താരങ്ങൾ കൂടിയാണ്. Adieu to the biggest superstar writer of Malayalam cinema. And this is Jairam Gopalakrishnan signing off.